ആദ്യ വാർത്തയിലേക്ക്. അന്തരിച്ച സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന് വിട ചൊല്ലി നാട്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം. തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, സംസ്കാര ചടങ്ങ് പൂർത്തിയായോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, തിരുവനന്തപുരം ശാന്തി കവാടം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. മലയാള സിനിമയിലെ കാലാതിവൃത്തിയായ ഒട്ടനവധി മലയാള സിനിമകൾക്ക് ജന്മം നൽകാൻ പ്രേരണയായ വ്യക്തിയാണ് ഗാന്ധിമതി ബാലൻ. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും ശാന്തി കവാടത്തിൽ തുടരുകയാണെന്ന്. രാവിലെയാണ് അദ്ദേഹം ഏറെക്കാലമായി അവസാന കാലത്ത് താമസിച്ചിരുന്ന വഴുതക്കാട്ടെ വസതിയിൽ ഇന്നലെ മരിച്ച ആശുപത്രിയിൽ നിന്ന് ഭൗതികദേഹം എത്തിച്ചത്. അവിടെയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. കൂടുതലും സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ശിഷ്യരുമായിരുന്ന ആളുകളായിരുന്നു. തിരുവനന്തപുരവുമായി 40 വർഷത്തെ ബന്ധമുള്ള അദ്ദേഹത്തിന്റെ ലോകം തന്നെ സിനിമയും സുഹൃത്തുക്കളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകളാണ് അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയത്. വൈകിട്ട് 3 മണി മുതൽ 4:30 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിലും പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെയും സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിൽ നിന്ന് ഒട്ടനവധി പേർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഏതാണ്ട് 10 കൊല്ലത്തോളം മാത്രമാണ് സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്ന, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒക്കെ സിനിമകൾ നിർമ്മിക്കാൻ പ്രേരണയായ മനുഷ്യനാണ് ഗാന്ധിമതി ബാലൻ. 1982 ബാലചന്ദ്രൻ മേനോനിലൂടെ ബലവന്റെ സിനിമയിലൂടെ അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നീട് 30ഓളം സിനിമകൾ, അതിൽ ചില സിനിമകൾ നിർമ്മിച്ചു, ചില സിനിമകൾ വിതരണം ചെയ്തു, ചില സിനിമകളിൽ അദ്ദേഹം സാമ്പത്തികമായി അല്ലെങ്കിൽ സാങ്കേതികമായി സഹായം നൽകിയ ഒട്ടനവധി സിനിമകൾ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ഇവിടെ കൂടിയിരുന്ന പല സുഹൃത്തുക്കളും പറയാറുണ്ടായിരുന്നു. കാരണം ഈ ചില സിനിമകളൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നിന്നുപോയാലും ബാലേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകും. അങ്ങനെ ഒട്ടനവധി സിനിമകളിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ പൂർത്തിയാകാൻ തന്നെ കാരണം ഗാന്ധിമതി ബാലൻ എന്ന വ്യക്തിയായിരുന്നു. ആ സിനിമയുടെ പിറവിക്ക് പിന്നിൽ തന്നെ കഥയുണ്ടായിരുന്നു. കാരണം സ്റ്റാൻലി എന്ന ആളായിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ. പിന്നീട് അദ്ദേഹത്തിന് സിനിമയ്ക്കിടയിൽ വെച്ച് പകുതിക്ക് വെച്ച് ഹൃദയാഘാതം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഗാന്ധിമതി ബാലനായിരുന്നു ആ സിനിമ ഏറ്റെടുത്തത്, പൂർത്തിയാക്കുന്നത്. പിന്നീട് പക്ഷേ ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴേക്കും ആ സിനിമയുടെ പേര്, പ്രൊഡ്യൂസർ എന്ന പേര് സ്റ്റാൻലിക്ക് തന്നെയാണ് നൽകിയത്. അങ്ങനെ പേര് മറ്റുള്ളവർക്ക് വിട്ടു നൽകാൻ പോലും കാണിച്ചിരുന്ന വലിയ മനസ്സുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധിമതി ബാലൻ. ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സിനിമാ മേഖലയിലെ അദ്ദേഹത്തിനൊപ്പം തന്നെ വർഷങ്ങളായി പരിചയമുണ്ടായിരുന്ന മണിയൻപിള്ള രാജു, ജഗദീഷ്, പ്രേംകുമാർ, മുൻ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ, കടന്നപ്പള്ളി ഒക്കെ രാവിലെയും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഷിബു ബേബി ജോണൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിനൊപ്പം കൂടെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ബന്ധമുണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന അദ്ദേഹം പിന്നീട് റിയൽ എസ്റ്റേറ്റ് സാധ്യത തേടിയാണ് വിവാഹിതരായതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പക്ഷെ സിനിമയുമായി ബന്ധം തുടങ്ങുന്നത് പോലും പിന്നീട് ഒരു തിയേറ്റർ വാങ്ങിക്കൊണ്ടായിരുന്നു. പിന്നീട് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് എത്തുന്നു. സിനിമ ഏറ്റവും കലാമൂല്യമുള്ള സിനിമകൾ നിർമ്മിച്ച് മലയാളികളുടെ മനസ്സിൽ, സിനിമാ മേഖലയുടെ പ്രവർത്തകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. മലയാളികളുടെ പ്രിയപ്പെട്ട ഗാന്ധിമതി ബാലന് വിട ചൊല്ലുകയാണ് നാട്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് തൈക്കാട് ശാന്തി കവാടത്തിൽ പുരോഗമിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.